ഹലോ, ഞാൻ ലിബില്ലി. അപ്പോൾ ഞാനിന്നിപ്പോൾ ബുക്ക് മൈഷോയിൽ വെറുതെ സെർച്ച് ചെയ്തപ്പോൾ അതായത് ഞാൻ എന്തായാലും ഫസ്റ്റ് ഷോ മറ്റേ കൂലിയുടെ ടിക്കറ്റ് എടുത്തായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് വെറുതെ നോക്കിയപ്പോൾ ഇവിടെ അങ്കമാലി മൈ സിനിമാസ്. കാര്യം പറഞ്ഞാൽ അവിടെ 3 സ്ക്രീനുണ്ട്. അപ്പോൾ ഒരു സ്ക്രീനിൻ്റെ പണി പുരോഗമിക്കുകയായിരുന്നു, അതായത് പണി റിനോവേഷൻ നടക്കുകയാണ്. അപ്പോൾ അത് കാരണം എന്തായാലും ഉണ്ടാവില്ലെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്നിപ്പോൾ നോക്കിയപ്പോൾ സ്ക്രീൻ 3 എന്ന് പറഞ്ഞൊരു തിയേറ്റർ ഒരു സ്ക്രീൻ ആഡ് ആയിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ 4K അറ്റ്മോസ് സംഭവമായിട്ടാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ നമുക്കൊരു ആഗ്രഹം ഒന്ന് പോയി കാണണമല്ലോ, അത് നാളെ പടത്തിന് മുമ്പ് ഒന്ന് പോയി കാണണം എന്നൊരു ആഗ്രഹം തോന്നി. ഞാൻ നേരെ ഒരു 7:30 ആയപ്പോൾ വണ്ടി എടുത്ത് പോയി അവിടെ പോയപ്പോൾ അവിടെ കൃത്യം 8 മണിക്ക് അവിടെ എന്തോ ട്രെയിലറൊക്കെ ഇട്ട് കാണിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ അങ്ങോട്ട് കയറിയത്. പടം തിയേറ്ററിൽ കയറി സീറ്റിംഗ് എന്ന് പറഞ്ഞാൽ കിടിലൻ സീറ്റിംഗ് ആക്കിയപ്പോൾ. അതായത് റിക്ലൈനർ സീറ്റ് ഉണ്ട് 350 രൂപ. അതങ്ങണ്ട് ഈ ലേറ്റ് നൈറ്റായിട്ട് പിടിപ്പിച്ച, കാരണം ഇന്നും കണ്ട സാധനം ലേറ്റായിട്ട് വന്നത്. അപ്പോൾ അത് ഇപ്പോൾ പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അത് 350 രൂപ, റിക്ലൈനർ സീറ്റിന് 350 രൂപ. അതിൻ്റെ തൊട്ട് താഴെ സോഫ സീറ്റ് ഉണ്ട്, അതിന് 250 രൂപ. പിന്നെ അതിനും താഴെ ഒരു സാധാരണ ഒരു എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കാണുന്ന ആ ഒരു ലെവലിലിരുന്ന് കാണുന്ന സീറ്റിനൊക്കെ 190 രൂപ. പിന്നെ അത് കൂടാണ്ട് അതിൻ്റെ തൊട്ട് താഴെ കിടന്ന് കാണാൻ പറ്റുന്ന സംഭവമുണ്ട്. അതായത് ഏറ്റവും ഫ്രണ്ടിലിരുന്ന് നമുക്ക് മുകളിലേക്ക് കിടന്ന് കാണാൻ പറ്റുന്ന ഒരു സീറ്റുണ്ട്. അതിനെക്കണ്ട് 140 160 എത്രയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, 140 കണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും പിന്നെ സൗണ്ട് അറ്റ്മോസ് സൗണ്ട്, അതായത് ബാർക്കോ സ്ക്രീൻ പ്രൊജക്ടർ കണ്ട അവിടെ വെച്ചേക്കണേ, പ്രൊജക്ടർ ബാർക്കോ കണ്ടാണ്. അതേപോലെ തന്നെ സൗണ്ട് എന്ന് പറഞ്ഞാൽ സ്പീക്കർ പൾസിൻ്റെ സ്പീക്കറാണ്. അത് 32 ചാനൽ അറ്റ്മോസ്, അതാണ് പടത്തിൻ്റെ 32 ചാനൽ. ഞാൻ എന്തായാലും ആ ട്രെയിലർ കണ്ടു, അതായത് കൂലിയുടെ ട്രെയിലറൊക്കെ ഉണ്ടായി. പിന്നെ മറ്റേ തുടരും സിനിമയിലെ മറ്റേ എന്നിട്ട് ആ പാട്ട് ഏതായിരുന്നു, ഒരു പാട്ടില്ലേ, അതായത് മോഹൻലാൽ അതിൻ്റെ പ്രോമോ സോങ് പോലെ ഏറ്റവും അവസാനം ആ പാട്ടും കണ്ടായിരുന്നു. അതായത് അയ്യോ എന്നിട്ട് അതിൻ്റെ പറയണ ആരംഭോ അങ്ങനെ കണ്ട് ഒരു കൊണ്ടാട്ടം പാട്ട്, ആ പാട്ടും കേട്ടിരുന്നു. തിയേറ്ററിലെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഞെരി സൗണ്ട്, അതായത് കിടില എഫക്റ്റ് എനിക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടി. പിന്നെ അത് മാത്രമല്ല സൗണ്ട് വരുമ്പോഴുള്ള വൈബ്രേഷനൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് ശരിക്കും സീറ്റിലിരുന്ന് നമുക്ക് അറിയാൻ പറ്റും. കാരണം എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. കാരണം ഓരോ വൈബ്രേഷൻ നമ്മുടെ സീറ്റിൻ്റെ പിറകിലായാലും സൈഡിലൊക്കെ ആയാലും നമുക്ക് ആ വൈബ്രേഷൻ കിട്ടുന്നുണ്ട് സൗണ്ടിന്. അത് തിയേറ്ററിൻ്റെ എഫക്റ്റാണ്. കാരണം ഇതിനിപ്പോൾ എത്ര നാൾ ഇങ്ങനെ തന്നെ ഉണ്ടാവുമെന്നൊന്നും അറിഞ്ഞുകൂടാ. കാരണം സൗണ്ട് അവർ കുറയ്ക്കോ കൂട്ടുമെന്നൊന്നും അറിയില്ല. കാരണം ഇന്നിപ്പോൾ ഞാൻ കണ്ട സൗണ്ട് എന്ന് പറഞ്ഞാൽ ഗംഭീര സൗണ്ട്. അതുകൊണ്ട് തന്നെ നാളെ ഫസ്റ്റ് ഡേ മറ്റേ കൂലി ഞാൻ ബുക്ക് ചെയ്തിരുന്നില്ല. ബുക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ തിയേറ്ററിൽ കണ്ടപ്പോൾ തന്നെ ഞാൻ 10 മണിയുടെ നേരെ ബുക്ക് ചെയ്തു. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സീറ്റിൽ നിന്ന് വെച്ച് കാണാൻ വേണ്ടി 10 മണിക്ക് ബുക്ക് ചെയ്തു. പിന്നെയാണ് ഇപ്പോൾ ഈ രാത്രിയാണ് അവർ റിക്ലൈനർ സെറ്റ് ചെയ്തത്. അപ്പോൾ അത് കാരണം തന്നെ 6:05 ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തു. അതായത് 6:05 റിക്ലൈനർ സീറ്റ്. കാരണം ഫസ്റ്റ് ഷോ മിസ്സാക്കാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ കൂലിയുടെ ടിക്കറ്റ് ഫസ്റ്റ് ഷോ അവിടെ തന്നെ അങ്കമാലി കാർണിവലിൽ നിന്ന് കാണും. തിയേറ്ററിലെ സൗണ്ട് ഞെരി സൗണ്ടായിട്ടുണ്ട്, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ആ എഫക്റ്റ് അത് ശരിക്കുമുണ്ട്. എന്തായാലും സ്ക്രീൻ 4K ആണ്. പക്ഷേ 4Kയിലെ ബ്രൈറ്റ്നെസ് കുറച്ചിട്ടതാണോന്ന് അറിയില്ല. പക്ഷെ എന്തോ ഒരു ഇത് എനിക്ക് തോന്നി. പിന്നെ കണ്ടതെന്ന് പറഞ്ഞാൽ മറ്റേ വിക്രത്തിൻ്റെ ട്രെയിലർ അവിടെ കാട്ടിയിരുന്നു. ആ വിക്രത്തിൻ്റെ പടത്തിൻ്റെ ഇതൊക്കെ അറിയാമല്ലോ, അത് ഫുള്ള് ഇരുട്ടത്തായിരുന്നു. പിന്നെ അതുമായിരിക്കും ചിലപ്പോൾ. നാളെ എന്തായാലും കൂലി കണ്ടിട്ട് നമുക്ക് റിവ്യൂ ഇടാം. ഒരു ഡീറ്റെയിൽ റിവ്യൂ ഞാൻ ഇടും. ശരി.